വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ എന്നും കാഴ്ചക്കാർക്ക് വിസ്മയമാണ്. അതുപോലൊരു കാഴ്ച വിരുന്നാവുകയാണ് കൊച്ചിൻ ഫ്ലവർ ഷോ. ജനുവരി 1 വരെ മറൈൻ ഡ്രൈവിലാണ് പുഷ്പമേള ക്രമീകരിച്ചിരിക്കുന്നത്. മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ ഇപ്പോൾ പൂക്കളുടെ ഉത്സവകാലമാണ്. നിരവധി ചെടികളും പൂക്കളും ഒരുക്കിക്കൊണ്ട് കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കുകയാണ് 40ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ. നിരവധി പേരാണ് കൊച്ചിയിലെ ഈ പൂക്കാല കാഴ്ചകൾ ആസ്വദിക്കാൻ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരുന്നത്. നാലു നിറങ്ങളിൽ പൂവിട്ട 1000-ഓളം ലില്ലിയം ചെടികൾ, വിവിധ തരം ഓർക്കിഡുകൾ, പുതിയ ഇനം ജമന്തി ചെടികൾ തുടങ്ങി സന്ദർശകർക്ക് കണ്ണിറയെ കാണാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പുഷ്പാലങ്കാരം 5000 ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുകയാണ്. പൂക്കളെ ആസ്വദിക്കാനും പരിപാലിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഇത് മറൈൻ ഡ്രൈവിലെ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ്. ഞങ്ങൾ ഈ ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇത് കാണാനായിട്ട് വന്നതാണ്. വളരെ ഇഷ്ടമാണ്, പൂക്കളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കളെ, കാണാത്തതും കേൾക്കാത്തതുമായ ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ. വളരെ സുന്ദരമായിട്ടുണ്ട്. ഇരപിടിയൻ ചെടികളുടെ പ്രദർശനമൊരുക്കി ലക്ഷ്മി അശോക് കുമാറും തന്റെ പുഷ്പമേളയിലെ ആദ്യാനുഭവം വേറിട്ടതാക്കുന്നു. ഇരപിടിയൻ ചെടികളാണ് എൻ്റെ കളക്ഷനിലുള്ളത്. ഇത് എൻ്റെ ഒരു ടെറസ് ഗാർഡൻ ആയിട്ട് ഞാൻ ഒരു 5 ഇയേഴ്സോളം ആയിട്ട് കളക്ട് ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് ഇത്രയും വലിയൊരു വെന്യൂവിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സിബിറ്റ് ചെയ്യാൻ ആയിട്ട് ഉള്ളൊരു ചാൻസ് കിട്ടുന്നത്. സന്ദർശകർക്ക് ചെടികൾ വാങ്ങാൻ 20ഓളം നഴ്സറികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയ സന്തോഷത്തിലാണ് ഫ്ലവർ ഷോയിൽ നിന്ന് എല്ലാവരും മടങ്ങുന്നത്. ജനുവരി 1 വരെ മറൈൻ ഡ്രൈവിലെത്തിയാൽ നിങ്ങൾക്കും ഈ കാഴ്ചകളുടെ ഭാഗമാകാം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്.